UDF സർക്കാർ 2026 ജൂൺ 15 ബജറ്റിൽ കാരുണ്യ 2.0 പ്രഖ്യാപിക്കുന്നു. ഇത് പഴയ കാരുണ്യ പദ്ധതിയുടെ വലിയ വേർഷനാണ്. ഇപ്പോഴുള്ള 5 ലക്ഷം രൂപ കവറേജ് 10 ലക്ഷം രൂപയാക്കി ഉയർത്തുന്നു. 42 ലക്ഷം കുടുംബത്തിന് പകരം 60 ലക്ഷം കുടുംബത്തിന് കിട്ടും. നീല വെള്ള കാർഡ് എല്ലാവരെയും ഉൾപ്പെടുത്തും. പുതിയ പദ്ധതിയിൽ 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് അടിസ്ഥാന കവറേജ് 5 ലക്ഷം രൂപ, എല്ലാ കുടുംബത്തിനും ഇത് ലഭിക്കും. 2 ഗുരുതര രോഗങ്ങൾക്ക് അധികം 5 ലക്ഷം രൂപ. ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, ബ്രെയിൻ, ലിവർ, കിഡ്നി, ആക്സിഡന്റ് ഇതുപോലുള്ള വലിയ ചികിത്സയ്ക്ക് ആകെ 10 ലക്ഷം രൂപ വരെ ഫ്രീ ആയിട്ട് കിട്ടും. ഒരു കുടുംബത്തിന് വർഷം 10 ലക്ഷം രൂപയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. പഴയ കാരുണ്യ കാർഡ് മാറി പുതിയ UDF ആരോഗ്യ കാർഡ് വരുന്നു. ഈ കാർഡിന് ചിപ്പ് ഉണ്ടാകും, QR കോഡ് ഉണ്ടാകും, ഫോട്ടോ ഉണ്ടാകും. കുടുംബത്തിലെ എല്ലാവരുടെയും പേര്, ഫോട്ടോ, ആധാർ നമ്പർ കാർഡിൽ ഉണ്ടാകും. ജൂലൈ 15 മുതൽ പഞ്ചായത്ത് വഴി ഫ്രീ ആയി പുതിയ കാർഡ് വിതരണം ചെയ്യും. പഴയ കാർഡ് ജൂലൈ 31 വരെ ഉപയോഗിക്കാം. കാരുണ്യ 2.0 ഏറ്റവും വലിയ മാറ്റം UDF പുതിയതായി വർഷം 25,000 രൂപ OPD കൊടുക്കും. ഡോക്ടർ ഫീസ്, സ്കാൻ, എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ്, മരുന്ന് എല്ലാം ഈ 25,000 രൂപയിൽ നിന്ന് എടുക്കും. 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും പുറമെയാണ് ഈ ഒരു 25,000 രൂപ ലഭിക്കുന്നത്. ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി പുതിയ സ്കീം, പേര് UDF മദർ ആൻഡ് ചൈൽഡ് കാർഡാണ്. 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള എല്ലാ സ്ത്രീകൾക്കും ലഭിക്കും. ഡെലിവറി ഫുൾ ഫ്രീ ആണ്. നോർമൽ ആയാലും C സെക്ഷൻ ആയാലും സ്വകാര്യ ആശുപത്രിയിൽ പോയാലും ഫ്രീ ലഭിക്കും. കുഞ്ഞിന് 1 വയസ്സ് വരെയുള്ള എല്ലാ വാക്സിനും മരുന്നും ഫ്രീ ആയിരിക്കും. കുഞ്ഞിന് 5 വയസ്സ് വരെ വർഷം 50,000 രൂപ ചികിത്സയ്ക്ക് വേറെ കിട്ടും. ഇനി 60 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും വേണ്ടി പ്രത്യേക കാർഡാണ്. പേര് UDF സീനിയർ സിറ്റിസൺ കാർഡാണ്. ഈ കാർഡ് ഉള്ളവർക്ക് 3 കാര്യം കിട്ടും. 1 മാസം 3,000 രൂപ പെൻഷനും, 2 വർഷം 10,000 രൂപ മെഡിക്കൽ അലവൻസും, ഡോക്ടറിനെ കാണാനും മരുന്നിനും ഉപയോഗിക്കാം. 3 വീട്ടിൽ വന്ന് ഫ്രീ ചെക്കപ്പ് ആണ്. മാസം 1 തവണ നഴ്സ് വീട്ടിൽ വന്ന് ഷുഗർ, പ്രഷർ നോക്കും. വയോജന പെൻഷനുള്ള 28 ലക്ഷം പേർക്കും ഇത് ലഭിക്കും. ഇനി ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രത്യേക സ്കീമാണ്. പേര് UDF ക്യാൻസർ ഷീൽഡ് ആണ്. ക്യാൻസർ വന്നാൽ ചികിത്സയ്ക്ക് ലിമിറ്റ് ഇല്ല. 10 ലക്ഷം കഴിഞ്ഞാലും സർക്കാർ മുഴുവൻ പൈസയും കൊടുക്കും. ട്രിവാൻഡ്രം RCC, മലബാർ ക്യാൻസർ സെന്റർ, കൊച്ചിൻ ക്യാൻസർ സെന്റർ ഇവിടെ VIP ട്രീറ്റ്മെന്റുകളും ലഭിക്കും. മരുന്ന് മുഴുവൻ ഫ്രീ ആയിരിക്കും. മാസം 5,000 രൂപ ഡയറ്റ് അലവൻസും ലഭിക്കും. 1.5 ലക്ഷം ക്യാൻസർ രോഗികൾക്ക് ഇത് ഉപകാരപ്പെടും. അടുത്തത്, റോഡ് ആക്സിഡന്റ് ആയാൽ ആദ്യത്തെ 48 മണിക്കൂർ എല്ലാ ചികിത്സയും ഫ്രീ ആണ്. കാർഡ് വേണ്ട, ആധാർ മതി. ഏത് ആശുപത്രിയിൽ കൊണ്ടുപോയാലും സർക്കാർ പൈസ കൊടുക്കുന്നതായിരിക്കും. പരമാവധി 2 ലക്ഷം രൂപ വരെ. ആക്സിഡന്റ് ആയാൽ ആംബുലൻസ് ചാർജ് ഫ്രീ. മരുന്ന്, സർജറി, ICU എല്ലാം ഫ്രീ ആയിരിക്കും. പഴയ കാരുണ്യ കാർഡ് ഉള്ളവർക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. ജൂലൈ 15 മുതൽ പഞ്ചായത്തിൽ നിന്ന് പുതിയ UDF ആരോഗ്യ കാർഡ് വാങ്ങിയാൽ മതി. റേഷൻ കാർഡും ആധാർ കാർഡും കൊണ്ടുപോയാൽ മതി. പുതിയ ആളുകൾ അക്ഷയ സെന്ററിൽ പോകണം. ഇൻകം സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ആധാർ ഫോട്ടോ കൊടുക്കണം. 15 ദിവസത്തിനുള്ളിൽ കാർഡ് ലഭിക്കുന്നതാണ്. ഇനി ഗർഭിണികൾ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ പോയാൽ മതി. പ്രഗ്നന്റ് ബുക്ക് കാണിച്ചാൽ അന്ന് തന്നെ കാർഡ് തരും. ഓൺലൈനായും അപ്ലൈ ചെയ്യാം. sha.kerala.government.in മദർ ആൻഡ് ചൈൽഡ് സെക്ഷൻ ഉണ്ട്. അവിടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് പഞ്ചായത്തിൽ പ്രത്യേക കൗണ്ടർ ഉണ്ടാകും. വയോജന പെൻഷൻ വാങ്ങുന്നവർക്ക് ഓട്ടോമാറ്റിക്കായി കാർഡ് വീട്ടിൽ വരും. പുതിയ ആളുകൾക്ക് ഏജ് പ്രൂഫ്, ആധാർ, ബാങ്ക് പാസ്ബുക്ക് കൊടുത്താൽ മതി. കാർഡും ATM പോലുള്ള പെൻഷൻ കാർഡും ഒരുമിച്ച് ലഭിക്കും. ക്യാൻസർ ഷീൽഡ് അപ്ലൈ ചെയ്യാനായിട്ട് ക്യാൻസർ ആണെന്ന് തെളിയിക്കുന്ന ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് വേണം. RCC നിന്നോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്നോ സർട്ടിഫിക്കറ്റ് വാങ്ങണം. ആ സർട്ടിഫിക്കറ്റും ആധാറുമായി കളക്ടറിന് അപേക്ഷ കൊടുക്കണം. 7 ദിവസത്തിനുള്ളിൽ കാർഡ് സാങ്ഷൻ ആകും. അന്നു മുതൽ എല്ലാ ചികിത്സയും ഫ്രീ ആയിരിക്കും. പഴയ കാരുണ്യയിൽ 5 ലക്ഷം രൂപയായിരുന്നു. പുതിയ കാരുണ്യ 2.0 10 ലക്ഷം രൂപയാണ്. പഴയതിൽ OPD ഇല്ലായിരുന്നു. പുതിയതിൽ 25,000 രൂപ OPD ഉണ്ട്. പഴയതിൽ നീലക്കാർഡിന് കിട്ടിയിരുന്നില്ല. പുതിയതിൽ നീലക്കാർഡിന് ലഭിക്കുന്നതാണ്. LDFന്റെ കാലത്ത് 42 ലക്ഷം കുടുംബത്തിനാണ് ലഭിച്ചിരുന്നത്. UDFന്റെ കാലത്ത് 60 ലക്ഷം കുടുംബത്തിന് ഇത് ലഭിക്കും. 10 ലക്ഷം പുതിയ കുടുംബത്തിനും കേരളത്തിലെ 90% കുടുംബത്തിനും ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കും. പഴയതിൽ 200 സ്വകാര്യ ആശുപത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൈസ കിട്ടാത്തത് കൊണ്ട് പലരും നിർത്തിയിരുന്നു. UDF 800 കോടി രൂപ ഇതിനായിട്ട് വകയിരുത്തും. ഇപ്പോൾ 700 ആശുപത്രികളുണ്ട്. 2027 ആകുമ്പോൾ 1000 ആശുപത്രികളാകുമെന്ന് പറയപ്പെടുന്നു. പഴയതിൽ ആരോഗ്യ പെൻഷൻ ഇല്ലായിരുന്നു. UDF പുതിയതായി 3,000 രൂപ കാരുണ്യ ആരോഗ്യ പെൻഷൻ തുടങ്ങുന്നു. ക്യാൻസർ രോഗികൾക്ക് 5,000 രൂപ ഡയറ്റ് അലവൻസ് തുടങ്ങുന്നു. വയോജന പെൻഷൻ 1,600 നിന്ന് 3,000 രൂപയാക്കുന്നു. UDFന്റെ പുതിയ തീരുമാനപ്രകാരം ഇത് 60 ലക്ഷമാകും. ഇനി കാരുണ്യ കാർഡിന് പ്രായം നോക്കില്ല. 1 ദിവസം പ്രായമുള്ള കുഞ്ഞു മുതൽ 100 വയസ്സുള്ള അച്ചാമ്മ വരെ എല്ലാവർക്കും കവറേജ് ഉണ്ട്. ഒരു കാർഡിൽ കുടുംബത്തിലെ 5 പേരുടെ പേര് വരെ ചേർക്കാം. 5 പേർക്ക് കൂടി ആകെ 5 ലക്ഷം രൂപയാണ്. ഒരാൾക്ക് 5 ലക്ഷമല്ല ലഭിക്കുന്നത്. ഇനി എന്തൊക്കെ ചികിത്സ ലഭിക്കുമെന്ന് നോക്കാം.
1800-ൽ പരം രോഗങ്ങൾക്ക് ഫ്രീ ചികിത്സ ലഭിക്കും. ക്യാൻസർ ട്രീറ്റ്മെന്റ്, ഡയാലിസിസ്, ഹാർട്ട് സർജറി, ആൻജിയോപ്ലാസ്റ്റി, ബ്രെയിൻ സർജറി, ലിവർ ട്രാൻസ്പ്ലാന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ആക്സിഡന്റ് കേസ്, സി സെക്ഷൻ ഡെലിവറി, നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എല്ലാം ഇതിൽ ഉൾപ്പെടും. അഡ്മിറ്റായി കിടന്ന് ചികിത്സ വേണ്ട രോഗങ്ങൾക്ക് മാത്രമാണ് ഇത് ലഭിക്കുന്നത്. OPDക്ക് ഇപ്പോൾ ലഭിക്കില്ല. UDF വന്നാൽ വർഷം 25,000 രൂപ OPDക്ക് കൂടി ലഭിക്കുന്നതാണ്. 2026 ജൂൺ 1-ന് സാമൂഹ്യനീതി വകുപ്പ് പുതിയ ബെനിഫിഷ്യറി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഈ ലിസ്റ്റിൽ 18 ലക്ഷം പുതിയ കുടുംബത്തെ കൂടി ചേർത്തിട്ടുണ്ട്. പ്രധാനമായും നീലക്കാർഡുകാരാണ് പുതുതായിട്ട് വന്നത്. പഴയ ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. sha.kerala.government.in എന്ന വെബ്സൈറ്റിൽ കയറണം. ഹോം പേജിൽ ബെനിഫിഷ്യറി സെർച്ച് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ റേഷൻ കാർഡ് നമ്പർ അടിക്കണം, അല്ലെങ്കിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേരുണ്ടെങ്കിൽ കുടുംബത്തിലെ എല്ലാവരുടെയും പേര് കാണിക്കുന്നതാണ്. സ്റ്റാറ്റസ് ആക്റ്റീവ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ കാർഡ് ലഭിക്കുന്നതാണ്. ഇനി ഈ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ 2 കാരണം ഉണ്ടാകും. ഒന്ന്, SECC 2011 ലിസ്റ്റിൽ പേരുണ്ടാവില്ല. 2, വരുമാനം 3 ലക്ഷത്തിൽ കൂടുതലായിരിക്കും. SECC ലിസ്റ്റിൽ പേരില്ലെങ്കിൽ കളക്ടറിന് അപേക്ഷ കൊടുക്കണം. വീട്, വരുമാനം, രോഗം ഇതൊക്കെ നോക്കി കളക്ടർ പ്രത്യേക അനുമതി തരും. UDF സർക്കാർ ഇതിന്റെ നടപടിക്രമങ്ങൾ 15 ദിവസമായി കുറച്ചു. കുടുംബത്തിൽ പുതിയ കുഞ്ഞ് ജനിച്ചാൽ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഭാര്യ വന്നാൽ പേര് കൂട്ടിച്ചേർക്കാം. അക്ഷയ സെന്ററിൽ പോയാൽ മതി. ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ 7 ദിവസത്തിനുള്ളിൽ പേര് ആഡാകും. കാർഡ് പുതിയത് പ്രിന്റ് എടുക്കേണ്ടതില്ല, സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയാൽ മതി. ഇതുകൂടാതെ പെൻഷൻ പ്ലസ് കാരുണ്യ കാർഡ് ഉള്ളവർക്ക് ഇരട്ട ആനുകൂല്യം ലഭിക്കും. ആ പെൻഷൻ വാങ്ങുന്നവർക്ക് കാരുണ്യ കാർഡ് ഉറപ്പാണ്. കാരണം ക്ഷേമ പെൻഷൻ കിട്ടുന്നത് മഞ്ഞ കാർഡ്, പിങ്ക് കാർഡ് ഉള്ളവർക്കാണ്. മഞ്ഞ, പിങ്ക് കാർഡ് ഉള്ള എല്ലാ കുടുംബത്തിനും കാരുണ്യ കാർഡ് ലഭിക്കും. അതുകൊണ്ട് വയോജന പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം പേർക്കും കാരുണ്യ കാർഡ് ലഭിക്കുന്നതാണ്. ഇനി ഇരട്ട ആനുകൂല്യം എത്തുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാകും. UDF വന്നതോടെ ഇരട്ട ആനുകൂല്യം ഉറപ്പാണ്. 1 മാസം 3000 രൂപ പെൻഷനാണ്. 2026 ജൂലൈ 1 മുതൽ ലഭിക്കും. രണ്ടാമത്തെ കാര്യം, വർഷം 5 ലക്ഷം രൂപ ഫ്രീ ചികിത്സയാണ്. ഓഗസ്റ്റ് 15 മുതൽ 10 ലക്ഷമാക്കി ഉയർത്തും. കൂടാതെ വർഷം 25,000 രൂപ OPDക്ക് കിട്ടും. പെൻഷൻ വാങ്ങുന്ന കുടുംബത്തിന് 3000 × 12 മാസം കൊണ്ട് 36,000 രൂപ പ്ലസ് 5 ലക്ഷം ചികിത്സയാണ് ലഭിക്കുന്നത്. മൊത്തത്തിൽ കൂട്ടുവാണെങ്കിൽ 5,36,000 രൂപയുടെ സഹായം വർഷം ലഭിക്കും. ഇനി സ്ത്രീ സുരക്ഷാ പെൻഷനിലുള്ളവർ ശ്രദ്ധിക്കുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ വാങ്ങുന്ന 18 ലക്ഷം സ്ത്രീകൾക്ക് കാരുണ്യ കാർഡ് ലഭിക്കും. UDF വന്നതോടെ ഈ പെൻഷൻ 3000 രൂപയാക്കും. പേര് വീട്ടമ്മ പെൻഷൻ എന്നാകും. പ്രായം 18 വയസ്സാകും. അപ്പോൾ വീട്ടമ്മ പെൻഷൻ 3000 രൂപയും കാരുണ്യ കാർഡും 5 ലക്ഷവും രണ്ടും കൂടി കിട്ടും. ജൂലൈ 1 മുതൽ പുതിയ തുക ലഭിച്ചു തുടങ്ങും. ഇതുകൂടാതെ കേരളത്തിലെ പെൻഷൻ വാങ്ങുന്നവർക്ക് പുതിയ ഹെൽത്ത് ബെനിഫിറ്റ്സ് ലഭിക്കും. UDF 60 വയസ്സ് കഴിഞ്ഞ പെൻഷനേഴ്സിന് വേണ്ടി പുതിയ ഹെൽത്ത് ബെനിഫിറ്റ്സ് തുടങ്ങുന്നു. പേര് UDF സീനിയർ സിറ്റിസൺ ആരോഗ്യ പ്ലസ് ആണ്. ഇതിൽ 3 സഹായങ്ങൾ ഉൾപ്പെടുന്നു. 1, മാസം 3000 രൂപ പെൻഷനായിട്ട് ലഭിക്കും. 2 വർഷം 10,000 രൂപ മെഡിക്കൽ അലവൻസ് ആണ്. മൂന്നാമത്തെ കാര്യം, മാസം 1 തവണ നഴ്സ് വീട്ടിൽ വന്ന് ഫ്രീ ചെക്കപ്പ് നടത്തും. 60 വയസ്സ് കഴിഞ്ഞ 28 ലക്ഷം പേർക്ക് ഇത് ലഭിക്കും. ഓഗസ്റ്റ് 15 മുതൽ ഇത് തുടങ്ങുന്നതാണ്. LDFന്റെ കാലത്ത് 2024 ജനുവരി മുതൽ പുതിയ കാരുണ്യ കാർഡ് രജിസ്ട്രേഷൻ നിർത്തിവെച്ചിരുന്നു. ബഡ്ജറ്റ് ഇല്ല എന്ന കാരണം പറഞ്ഞാണ് നിർത്തിയത്. 8 ലക്ഷം അപേക്ഷ പെൻഡിംഗ് ആയി കിടക്കുന്നു. UDF ഉടനെ 2026 ജൂൺ 10-ന് രജിസ്ട്രേഷൻ വീണ്ടും ആരംഭിക്കും. ഇനി കേരളത്തിൽ 4 തരം ആരോഗ്യ കാർഡ് ഉണ്ടാകും. 1, UDF ആരോഗ്യ കാർഡ്, കുടുംബത്തിന് 10 ലക്ഷം രൂപ. 2, മദർ ആൻഡ് ചൈൽഡ് കാർഡ്, ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും. 3, സീനിയർ സിറ്റിസൺ കാർഡ്, 60 വയസ്സിന് മുകളിൽ. 4, ക്യാൻസർ ഷീൽഡ് കാർഡാണ് ക്യാൻസർ രോഗികൾക്ക്. ഈ 4 കാർഡും ജൂലൈ 15 മുതൽ കിട്ടിത്തുടങ്ങും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ 3 കാര്യം ചെയ്യുക. 1, sha.kerala.government.in കയറി പഴയ കാർഡ് ആക്റ്റീവ് ആണോ എന്ന് നോക്കുക. 2, ക്ഷേമകാരുണ്യ ആപ്പ് ജൂലൈ 1-ന് ഡൗൺലോഡ് ചെയ്യുക. 3, നീല കാർഡുകൾക്ക് ജൂലൈ 1-ന് അക്ഷയയിൽ പോയി അപ്ലൈ ചെയ്യുക. 60 വയസ്സ് കഴിഞ്ഞവർ പഞ്ചായത്തിൽ പോയി സീനിയർ സിറ്റിസൺ കാർഡിന് വേണ്ടി പേര് കൊടുക്കുക. UDFന്റെ പുതിയ ആരോഗ്യ പദ്ധതികൾ 60 ലക്ഷം കുടുംബത്തിന് സഹായകമാകും. 10 ലക്ഷം രൂപയുടെ ചികിത്സ ഫ്രീ ആയിട്ട് ലഭിക്കും. 3000 രൂപ പെൻഷൻ ലഭിക്കും. 25,000 രൂപ OPDക്ക് കിട്ടും. ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കാം. ആശുപത്രി ചിലവ് പേടിക്കാതെ ജീവിക്കാം. ജിയോ ഇറങ്ങിയാൽ ഉടനെ വീഡിയോ ഇടുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിക്കുക. എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.